ആശാൻ ജോൺ പോൾ ജോർജിൻ്റെ പുതിയ ചിത്രം ആശാൻ കണ്ടു. ജോമോൻ ജ്യോതിറും ഇന്ദ്രൻസുമാണ് ചിത്രത്തിൽ ലീഡ് റോളുകൾ ചെയ്തിരിക്കുന്നത്. ആശാൻ എന്ന ടൈറ്റിൽ റോളിൽ ഇന്ദ്രൻസാണ് അഭിനയിച്ചിരിക്കുന്നതും. സിനിമയ്ക്കുള്ള സിനിമ എന്ന തരത്തിലുള്ള കഥയാണ് ആശാനിലേത്. സിനിമ സ്വപ്നം കണ്ട് സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഗ്രാമീണ പശ്ചാത്തലമുള്ള യുവാവ് നഗരത്തിലെ തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വരുന്നതോടെയാണ് പടം പ്രധാനമായും കഥ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ആദ്യത്തെ ഒരു 20 മിനിറ്റോളം പടം ഒരു കഥാപാത്രത്തിൻ്റെ പരിചയപ്പെടുത്തൽ എന്ന രീതിയിലാണ് കഥ പറഞ്ഞിരിക്കുന്നതും. പിന്നീട് ഇതുപോലെ തന്നെ സിനിമയിലേക്ക് എത്താൻ സ്വപ്നം കാണുന്ന ഒരു വൃദ്ധനായ കഥാപാത്രവും കൂടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രംഗത്തേക്ക് വരുന്നു. അതിൻ്റെ തുടർച്ചയായി അപ്രതീക്ഷിതമായി അവർ ഇരുവരും ഒരു പുതിയ സിനിമയുടെ ഭാഗമാകുന്നതും ആണ് കഥയുടെ ഗിയർ ഷിഫ്റ്റ് ആകുന്ന ഘട്ടം എന്ന് പറയാം. അതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ കുറച്ച് നർമ്മവും ഇമോഷൻസും ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് സിനിമയുടെ പ്രധാനപ്പെട്ട പ്ലോട്ട് എന്ന് പറയുന്നത്. ചിരിക്കുവാനുള്ള കുറേ സന്ദർഭങ്ങൾ സിനിമയിൽ അവിടെ ഇവിടെയായി ചേർത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എല്ലാ പ്രേക്ഷകർക്കും വർക്കായോ എന്നതും സംശയമാണ്. അതുപോലെ തന്നെ വികാരപരമായ രംഗങ്ങളും പ്രേക്ഷകനെ എത്രത്തോളം ഇമോഷണലി ലോക്ക് ചെയ്തു എന്നുള്ളതും ആലോചിക്കാനിരിക്കുന്നു. കാടിൻ്റെ ലൊക്കേഷനും ഫോറസ്റ്റിൻ്റെതായി കാണിക്കുന്ന ഷോട്ടുകളും ഒക്കെ ഭംഗിയായി വന്നുവെങ്കിലും പടത്തിൻ്റെ 80% അധികവും ചിത്രീകരിച്ചിരിക്കുന്നത് ഒരേ ഒരു ലൊക്കേഷനിൽ ആണ്. ആ ലൊക്കേഷനും സിനിമയുടെ കഥയിൽ ഒരു പ്രാധാന്യം ഉണ്ട്. പ്രധാനമായും ഒറ്റ ലൊക്കേഷൻ ഒന്നേ ഉള്ളൂവെങ്കിലും പടത്തിൻ്റെ ദൈർഘ്യം 2 മണിക്കൂർ 40 മിനിറ്റാണ്. ഇത്രയും ലെങ്തി ആയുള്ള പടമായതുകൊണ്ട് തന്നെ കഥ പറച്ചിലിൽ ചിലയിടങ്ങളിൽ വേഗതക്കുറവ് തോന്നി. ജോമോൻ ജ്യോതിർ അനന്തു എന്ന വേഷം ആദ്യം മുതൽ അവസാനം വരെ ഒരേ മീറ്റർ പിടിച്ചു ഭംഗിയാക്കി ചെയ്തു. ഇന്ദ്രൻസും അദ്ദേഹത്തിൻ്റെ ആശാൻ എന്ന വേഷം സ്വതസിദ്ധമായ ശൈലിയിൽ ചെയ്തു ഫലിപ്പിച്ചു. ചിലയിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിൻറ്റേജ് പടങ്ങളിലെ എക്സ്പ്രഷൻസും വന്നതായും തോന്നി. അതൊക്കെ നല്ലതായിരുന്നു. ശോഭി തിലകനാണ് പടത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. നാടോടിക്കാറ്റിലെ അനന്തൻ നമ്പ്യാരുടെ മാനരസങ്ങളും ശബ്ദവും ഒക്കെ ശോഭി തിലകൻ്റെ ക്യാരക്ടറിന് പലയിടങ്ങളിലും തോന്നി. അത് രസമായി തന്നെ സ്ക്രീനിൽ വന്നു. എരഞ്ഞിക്കൽ ശശിയും പടത്തിൽ ത്രൂ ഔട്ടായി ഒരു വേഷം ചെയ്തു. അജിനും റിനിയും ഒക്കെ സിനിമയിൽ ചെറിയ വേഷങ്ങളിൽ വന്നുപോയി. സിനിമയ്ക്കുള്ളിലെ താരങ്ങളുടെ ജീവിതത്തിൻ്റെ മറുവശത്തെയും സിനിമാ മേഖലയിൽ വരുന്ന ചില വിവാദങ്ങളെയും ചിത്രീകരണം നടക്കുമ്പോൾ ഉള്ള രസകരമായ സംഭവങ്ങളെയും പ്രൊഡ്യൂസർമാരുടെ ജീവിതത്തെയും സംവിധായകരുടെ ടെൻഷനുകളെയും ഒക്കെ ആശാൻ എന്ന ഈ സിനിമ ആക്ഷേപഹാസ്യമെന്നോണം ടച്ച് ചെയ്തു പോകുന്നുണ്ട്. ബോബി കുര്യനും പടത്തിൽ ഒരു കാമിയോ വേഷം ചെയ്തു. മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ വേഗത കുറച്ച് കഥ പറഞ്ഞിരിക്കുന്ന സിനിമയ്ക്കുള്ള സിനിമയും സിനിമയെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരുടെ കഥയും പറയുന്ന ഒരു ശരാശരി രേഖയിൽ നിൽക്കുന്ന ഫീൽ ഗുഡ് സിനിമയാണ് ആശാൻ. സംവിധായകൻ ജോൺ പോൾ ജോർജിൻ്റെ ഗപ്പി ലെവലിലുള്ള ഒരു ഔട്ട്പുട്ട് പടം തന്നില്ല എന്നാണ് പേഴ്സണലി തോന്നിയത്.